ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ അനുദിന പ്രഭാത തിരുവചന വായനാധ്യാനം എന്ന ഈ ധ്യാന പരമ്പരയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ തിരുവചന ഭാഗം പുറപ്പാട് പുസ്തകം 38 അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈ പ്രഭാതത്തിൽ ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും സമർപ്പണത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യട്ടെ. ഈ ശുശ്രൂഷ സാധ്യമാക്കുവാൻ പ്രാർത്ഥനയാലും സ്നേഹത്താലും പിന്തുണയ്ക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളുടെ കുടുംബങ്ങളെയും ജോലികളെയും ആരോഗ്യത്തെയും ആത്മീയ ജീവിതത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ ദിവസത്തിൽ നിങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളിലും കർത്താവിൻ്റെ കരങ്ങൾ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ പുതിയ പ്രഭാതത്തിനായി തമ്പുരാനെ അങ്ങേക്കു ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വിശുദ്ധ വചനം കേൾക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ മനസ്സിലുള്ള അഹങ്കാരവും അശുദ്ധിയും സ്വാർത്ഥതയും നീക്കി അങ്ങേക്ക് പ്രസാദമുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഈ ധ്യാനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. പുറപ്പാട് പുസ്തകം 38 അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗം. അവൻ ഖദിരമരം കൊണ്ട് ഹോമയാഗ പീഠമുണ്ടാക്കി. അത് 5 മുഴം നീളവും 5 മുഴം വീതിയും ഇങ്ങനെ സമചതുരവും 3 മുഴം ഉയരവുമുള്ളതായിരുന്നു. അതിൻ്റെ 4 കോണിലും 4 കൊമ്പുണ്ടാക്കി. കൊമ്പുകൾ അതിൽ നിന്നു തന്നെയായിരുന്നു. താമ്രം കൊണ്ട് അത് പൊതിഞ്ഞു. ചട്ടി, ചട്ടകം, കലശം, മുൾക്കൊളുത്ത്, തീക്കലശം ഇങ്ങനെ പീഠത്തിൻ്റെ ഉപകരണങ്ങളൊക്കെയും ഉണ്ടാക്കി. അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും താമ്രം കൊണ്ടുണ്ടാക്കി. അവൻ യാഗപീഠത്തിന് വലപ്പണിയായ ഒരു താമ്രജാലമുണ്ടാക്കി. അത് താഴെ അതിൻ്റെ ചുറ്റുപടിക്കു കീഴെ അതിൻ്റെ പകുതിയോളം എത്തി. താമ്രജാലത്തിൻ്റെ 4 അറ്റത്തിനും തണ്ട് ചെലുത്തുവാൻ 4 വളയം വാർത്തു. ഖദിരമരം കൊണ്ട് തണ്ടുകളുമുണ്ടാക്കി. താമ്രം കൊണ്ട് പൊതിഞ്ഞു. യാഗപീഠം ചുമക്കേണ്ടതിന് അതിൻ്റെ പാർശ്വങ്ങളിലുള്ള വളയങ്ങളിൽ ആ തണ്ടുകൾ ചെലുത്തി. യാഗപീഠം പലക കൊണ്ട് പൊള്ളയായി ഉണ്ടാക്കി. സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ സേവ ചെയ്തു വന്ന സ്ത്രീകളുടെ ദർപ്പണങ്ങൾ കൊണ്ട് അവൻ താമ്രത്തൊട്ടിയും അതിൻ്റെ താമ്രക്കാലും ഉണ്ടാക്കി. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ തിരുവചന ഭാഗത്തിൽ യാഗപീഠവും വെങ്കലത്തൊട്ടിയും നിർമ്മിച്ചതിനെ കുറിച്ചാണ് നാം വായിച്ചു കേട്ടത്. യാഗപീഠം എന്നത് ഒരു പ്രധാന സത്യമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവസന്നിധിയിലേക്കുള്ള വഴി എപ്പോഴും സമർപ്പണത്തിലൂടെയാണ്. യാഗപീഠത്തിൽ ബലി അർപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ പഴയ സ്വഭാവവും നമ്മുടേതായ പാപ സ്വഭാവവും ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടേണ്ടതാണ്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവാണ് നമ്മുടെ പൂർണ്ണ യാഗം. അവിടുത്തെ ബലിയിലൂടെ നമുക്ക് രക്ഷയും ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനവും ലഭിച്ചു. വെങ്കലത്തൊട്ടി മറ്റൊരു ആത്മീയ പാഠം നമ്മെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്യുന്നതിന് മുൻപ് അതിൽ കഴുകേണ്ടതായിരുന്നു. അതിൻ്റെ അർത്ഥം ദൈവത്തെ സേവിക്കുന്നവർ പുറമേയുള്ള ശുദ്ധി മാത്രമല്ല, ഉള്ളിലെ വിശുദ്ധിയും കാത്തു സൂക്ഷിക്കണം എന്ന ആ വലിയ സത്യമാണ്. ഇന്നും ദൈവം നമ്മെ തൻ്റെ വചനത്തിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും ദിവസവും ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് ഓരോ ദിവസവും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ പരിശോധിക്കുകയും നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കുകയും വേണം. നമ്മുടെ ആരാധന വെറും ആചാരം മാത്രമാകരുത്. അത് സമർപ്പണത്തിൻ്റെയും വിശുദ്ധിയുടെയും നിറഞ്ഞ ഒരു ജീവിതമായിരിക്കണം. ദൈവം അന്വേഷിക്കുന്നത് വെറും പ്രവർത്തികളല്ല,
വിശുദ്ധമായ ഒരു ഹൃദയമാണ്. ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം, എൻ്റെ ജീവിതം യഥാർത്ഥത്തിൽ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതാണോ? ഞാൻ അവിടുത്തെ സന്നിധിയിൽ ശുദ്ധമായ ഹൃദയത്തോടെയാണോ നിൽക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ആത്മാർത്ഥമായി മറുപടി നൽകുമ്പോൾ ദൈവം നമ്മെ കൂടുതൽ തൻ്റെ സാദൃശ്യത്തിലേക്ക് വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യും. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ സ്വർഗസ്ഥ പിതാവാം കർത്താവേ, ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിന് ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് ജീവനുള്ള യാഗമായി സമർപ്പിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ദിവസവും അങ്ങയുടെ വചനത്താൽ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും അങ്ങേക്ക് പ്രസാദകരമായിരിക്കട്ടെ. ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലി കാര്യങ്ങളിലും, ഞങ്ങളുടേതായ എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങയുടെ സംരക്ഷണവും സമാധാനവും അനുഗ്രഹവും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. രോഗികളായവരെ തമ്പുരാനെ നീ അവിടുന്ന് സൗഖ്യമാക്കണമേ. നിരാശയിലായിരിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും തമ്പുരാനെ പ്രത്യാശ നൽകണമേ. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസവും വഴികാട്ടിയും നീ തന്നെ ആയിരിക്കണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കപ്പെടട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ.